അന്ന് ഫോട്ടോ എടുത്ത് അത് കട്ട് ചെയ്ത് പ്രിന്റ് എടുത്ത് ഒട്ടിച്ചൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. വരച്ച് എഴുതിക്കൊണ്ടിരുന്ന സാധനമുണ്ട്. പക്ഷെ ഇതിപ്പോ അത് മാറി. ഇപ്പം നമുക്ക് പെണ്ണുണ്ട്, ഡിജിറ്റൽ പെണ്ണുണ്ട്. നമ്മൾ സിസ്റ്റത്തിൽ തന്നെയാണ് വരയ്ക്കുന്നത്. നമ്മൾ ടൈറ്റിൽ വരച്ചെടുക്കുന്ന സിസ്റ്റത്തിൽ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് രണ്ടാമത് അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ നമ്മള് സർഫിന്റെ എഫക്റ്റ് വേണമെങ്കിൽ നമുക്ക് ഇപ്പൊ ചെയ്തെടുക്കാം. പണ്ട് അത് അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ പണ്ട് അങ്ങനെ തന്നെ ചെയ്തേ പറ്റത്തുള്ളൂ. അതുപോലെ പോസ്റ്ററുകൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് എനിക്ക് തോന്നുന്നു കിരീടം ഉണ്ണിയുടെ സിനിമകളുടെ പലതിന്റെയും ടൈപ്പോഗ്രാം ഏതാണ്ട് ഒരേ പാറ്റേൺ ആയിരുന്നു. ശ്രദ്ധിച്ചിട്ടുണ്ടോ? പിന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും സ്വന്തമായിട്ടൊരു ഡിസൈനിങ് ശൈലി ശ്രദ്ധിക്കാറില്ല? ഡിസൈനിങ് സ്റ്റൈലിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു ഡിസൈനിങ് സ്റ്റൈല് നമ്മൾ ആക്കിയെടുത്തത് ഇപ്പം നമ്മുടെ സാധനം ഒന്ന് കണ്ടാൽ തിരിച്ചറിഞ്ഞാൽ അവിടെ നമ്മൾ തോറ്റു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇല്ല, അങ്ങനൊന്നും ഇല്ല. നമ്മളിപ്പം നമ്മൾ സാധനം ചെയ്തു വെച്ച് ഇത് എന്റെ സാധനമാണെന്ന് തിരിച്ചറിയുന്ന എവിടെയാന്നുള്ളത് അവിടെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പരാജയമല്ലേ. പക്ഷെ അതിൽ ഞാൻ കാണുന്ന ഒരു ഡയറക്ടറുണ്ട്, ജയരാജ്. ആദ്യം ചെയ്ത വിദ്യാരംഭം, പിന്നെ ജോണി വാക്കർ, പിന്നെ ഹൈവേ പോലെ ഇങ്ങനെ ഓരോന്നും ഓരോ ജോണറ. പടം കണ്ടാൽ മനസ്സിലാവില്ല ആര് ചെയ്തെന്ന്. ശരിക്കും അത് തന്നെയാണ്. ഇപ്പൊ ഒരു പോസ്റ്റർ ഇപ്പൊ ഞാൻ വർക്ക് ചെയ്ത ഷട്ടർ പോലുള്ള തീവ്രം ഇരിക്കുന്നത്. ഓം ശാന്തി ദാസിന്റെ വേറൊരു പാറ്റേൺ, റാസ്പുട്ടിൻ വർക്ക് ചെയ്ത ഒരു ഫണ്ണി പാറ്റേൺ ആണ്. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കോമിക് ബുക്ക് പോലത്തെ ഒരു ഡിസൈൻ. അത് കഴിഞ്ഞിട്ട് അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പടത്തിന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്, നമുക്ക് വേണ്ടിയിട്ടല്ല. നമുക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന വെച്ചാൽ നമുക്ക് ഒരു നിർബന്ധമുണ്ട്, പോസ്റ്റർ മോശമായിരുന്ന ഒരു നിർബന്ധമുണ്ട്. നമുക്ക് ചില പോസ്റ്ററിനകത്ത് ഞാൻ അവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ ഞാൻ ചില പടങ്ങളിൽ ടൈറ്റിൽ വരെ മാറ്റിയിട്ടുണ്ട്.